നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നേ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിണക്കം കൂടുന്നവരെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമുള്ള, അതായത് ഈ കുഞ്ഞു പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പെട്ടെന്ന് വഴക്ക് കൂടില്ല. അതുപോലെ വഴക്ക് കൂടുന്ന പ്രായമായവരുണ്ട്. അത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, നമ്മുടെ മക്കൾ അങ്ങനെ ഉണ്ടായിരിക്കും, അച്ഛനമ്മമാരുണ്ടായിരിക്കും. എപ്പോഴും അവർക്ക് എപ്പോഴും ഒരു പരിഗണന കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലുള്ളവർ ഇല്ലേ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? ആ രീതിയിലുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പം അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുകയെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ളവരെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് ആരോടാ മിണ്ടണേ, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യ ആരോടാ മിണ്ടണേ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ പറയും, എന്നോട് അങ്ങനെ സംസാരിക്കാൻ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ, എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലല്ലോ, അവിടെ ചെന്നപ്പോൾ നിങ്ങൾ അവരെയല്ലേ മൈൻഡ് ചെയ്തുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരുടെ നേരെ ഇങ്ങനെ നോക്കി അവരെ എന്നാ പറയണത് വാച്ച് ചെയ്തിട്ട് വഴക്കുണ്ടാക്കുന്ന ചിലർ. ഇവരുടെ മനസ്സിൽ പക്ഷെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവരെ എപ്പോഴും മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പുറത്തിറങ്ങിയാലും എവിടെയാണേലും ഇവർക്കൊരു പ്രത്യേക പരിഗണന ഇവരാഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ? അതായത് മിക്കവാറും എവിടെയെങ്കിലും പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അടികലശലയിലായിരിക്കും വന്നെ. ഇവർക്ക് പക്ഷെ മറ്റുള്ളവർ വേദനിക്കുക, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിഷമങ്ങളൊന്നും ഇവർ മനസ്സിലാക്കില്ല. അതായത് ഇങ്ങനെ ഇരുന്ന് ഈ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റേയാൾക്ക് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഇവർ ചിന്തിക്കുകയില്ല ഇല്ലേ? അത് ഒരു ദിവസമാണെങ്കിൽ വേണ്ടില്ല, സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് താനും. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, കുറച്ച് പേര് ഇങ്ങനെയാണ്. അപ്പം മിക്ക വീടുകളിലും ഒരു സ്വൈര്യവും കാണില്ല. കാരണം എന്നെ നിങ്ങൾ നോക്കിയില്ല, അവരെ കണ്ട അവരുടെ ഹസ്ബൻഡ് എന്ത് ഇതായിട്ടാണ് കൊണ്ടു നടക്കണേ, അല്ലെങ്കിൽ അവർ നിങ്ങൾ വലിയ പരിഗണന കൊടുത്തില്ലേ, എൻ്റെ കാര്യം നോക്കിയില്ലല്ലോ, എനിക്കവിടെ ഇനി ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് താമസിച്ചപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇടപെട്ടില്ല, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടല്ലോ, അതേപോലെ എന്നാന്ന് പറയണേ കൂട്ടുകാരൻ്റെ കാര്യത്തിൽ ഇടപെട്ടല്ലോ. ഇങ്ങനെ ഓരോ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ. ശരിക്കും പറഞ്ഞ് ഇവർ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു പാവങ്ങളായിരിക്കുമേ. പക്ഷേ ഇവർക്കൊരു പരിഗണന ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പരിഗണന എന്നാന്ന് ഇവർ പറയുകയില്ല. ഇവരെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഹസ്ബൻഡാണേലും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിട്ട് സമ്മതിക്കുകയില്ല. ഈ ഓപ്പോസിറ്റ് നിൽക്കണേ, അത് ഭാര്യയാണേലും സമ്മതിക്കില്ല, ഭർത്താവാണേലും അമ്മയാണേലും പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇവർ പറയുന്നത് ശരിയാന്നുള്ള ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കൂട്ടരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒത്തിരി പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വീടുകളിലും ഇങ്ങനെ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ജഡ്ജ് ചെയ്യില്ലാത്ത അവരുടെ അടുത്ത് പോയി നമ്മളിത് പറയുകയാണെങ്കിൽ നമുക്കിതിനൊരു പരിഹാരം കിട്ടും. അതായത് നമ്മളെ ഒരു സ്നേഹത്തോടെ നീ പറയണ ശരിയല്ല, നീ കാണിച്ചത് ശരിയായില്ല എന്നൊക്കെ നമ്മളെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കിത് മനസ്സിലാകും. പക്ഷേ ഇവർ ചെയ്യുന്നത് തെറ്റാന്ന് ഇവർ അംഗീകരിച്ചു തരാൻ ഇച്ചിരി താമസം എടുക്കും കേട്ടോ. ഇവരുടെ ഉള്ളിലുണ്ട് ഇവർ പറയണ ശരിയല്ല എന്നൊക്കെ. ഇപ്പം ഉദാഹരണമായിട്ട് ഹസ്ബൻഡും ഭാര്യയും കൂടെ ഇങ്ങനെ നിങ്ങൾ എന്നെ നോക്കിയില്ലല്ലോ, നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ലല്ലോ, നിങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരെ അല്ലേ കൂടുതൽ പരിഗണിച്ചത്, ഞാൻ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഭാര്യമാരൊക്കെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കും. ഭർത്താക്കന്മാർ കൂട്ടൊക്കെ കൂടി പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഭാര്യമാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. എനിക്ക് ആദ്യകാലത്തുണ്ടല്ലോ, കുറേ വർഷങ്ങൾക്ക് ഒരു 5-10 വർഷം മുമ്പ് എനിക്കും ഇങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ടത് ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്ത് മാറ്റിയെടുത്താ കേട്ടോ. എനിക്കും ദേഷ്യം വരുമായിരുന്നു. എന്നെ ഇങ്ങനെ നിങ്ങൾ അവരെയൊക്കെയാണ് കൂടുതൽ പരിഗണിക്കണേ, എന്നെ പരിഗണിച്ചില്ലല്ലോ എന്നിങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഒരു എടി അങ്ങനെയല്ല, എന്നെ എടിയെന്ന് വിളിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെയല്ല അമ്പിളി ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കില്ല. നമ്മൾ പറയും അവരുടെ കൂടെ പോയില്ലേ, എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്ന് പറയും. ഇതെല്ലാത്തരം മനുഷ്യർക്കും ഉള്ള ഒരു സ്വഭാവം കേട്ടോ. ഇതിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മളോട് ഇത് പറഞ്ഞു തരാം, അത് ശരിയല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അതൊന്നും ഒരു കാര്യമില്ല, ചുമ്മാതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ പറഞ്ഞു തരാം. നല്ല സ്നേഹമുള്ള ആരെങ്കിലും പറഞ്ഞത് നമ്മൾ കേൾക്കും. അതല്ല എങ്കിൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അവരുടെ സ്ഥാനത്തേക്ക് പോവുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്ഥാനത്തേക്ക് പോവുക. എന്തുമാത്രം വിഷമം അനുഭവിക്കുന്ന ആണാണേലും പെണ്ണാണേലും അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോവുക. ഏത് സമയം ഇങ്ങനെ ചാറ്റൽ മഴ പോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സ്വൈര്യമില്ലാത്ത അവസ്ഥയല്ലേ അവർ ചിന്തിക്കുന്നത് എന്നായിരിക്കും എന്നറിയാവോ? എന്ത് ചെയ്താലും ഇങ്ങനെ കുറ്റം പറയുന്നത് എന്താ ഇങ്ങനെയെന്ന്. നമ്മുടെ കുടുംബത്തിലൊരു സ്വൈര്യം കാണില്ല, നമുക്കൊരു സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എപ്പോഴും ഇങ്ങനെ ആകുമ്പോൾ എന്നാന്ന് പറയണേ, ഒരു നെഗറ്റീവ് അടിക്കുമല്ലേ അവിടെ.
നമുക്ക് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിലും ഒന്നും തുറന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇല്ലേ. ഇത് ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ ദേഷ്യമാണ്, അതല്ലയോ എന്ന് ചോദിച്ചാൽ അതല്ല താനും. എന്നാൽ വലിയ അങ്ങ് എക്സ്ട്രീം വരെ പോകുന്ന സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. അതങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിൻ്റേതായ കൗൺസിലിങ് അതിൻ്റേതായ സംഭവങ്ങളിലൊക്കെ പോകണം. ഇതങ്ങനെയുള്ളതല്ല. ഈ ചെറിയ ചെറിയ പിണക്കങ്ങൾ, കൊതികുത്ത് എന്നൊക്കെ പറയില്ലേ, ആ സാധനം, വാശിന്നോ എന്ത് വേണേലും പറയാതിനെ, ചുമ്മാ അങ്ങ് വഴക്കുണ്ടാക്കും. കുറേ നേരത്തേനൊരു സമാധാനം ഇല്ലായ, എന്നിട്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇവർ ആ കാര്യം മറന്നു പോവുകയും ചെയ്യും. ഈ വഴക്കുണ്ടാക്കണവർ മറന്നു പോവുകയും ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്നൊന്നും പോകില്ലല്ലോ. അവരെ മനസ്സിനെ മുറിവേൽപ്പിച്ചില്ലേ, ഒരു 5 മിനിറ്റ് ആണെങ്കിലും അവർക്കൊരു സമാധാനക്കേട് ഉണ്ടാക്കുകയില്ലേ. ഇത് സ്ഥിരമാകുമ്പോഴോ ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു ശല്യമായിട്ട് തോന്നും ഇല്ലേ. അപ്പം അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെയുണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിട്ട് ചിന്തിക്കുക. അയാൾക്ക് എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അയാളുടെ അവസ്ഥയിലേക്ക് നമ്മൾ വരിക. അതായത് നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നമ്മളെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ദേഷ്യമൊക്കെ വരാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. 2 കൈയും കൂട്ടിയടിക്കുമ്പോഴല്ലേ അലമ്പാകുന്നു, ഒച്ച കേൾക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ. അതുപോലെ നമ്മൾ മിണ്ടാതെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാനൊന്ന് ശ്രമിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും ആൾക്ക് എന്തുമാത്രം വേദന എടുക്കണമുണ്ടെന്ന്. ഇത് പലർക്കും അറിയത്തില്ല കേട്ടോ. പലരും അതിന് കാരണം പലതും കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കണം, എന്നാലേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ ഇല്ലേ. അല്ലാണ്ട് എല്ലാ കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ, എല്ലാ കാര്യം എനിക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നൊന്ന് വെച്ചാൽ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊന്നും അതത്ര പ്രാവർത്തികമല്ല. കുറച്ചൊക്കെ നേരാൻ പാടിന് അങ്ങ് പോകുന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഒത്തൊരുമിച്ച് 99% ഒപ്പിച്ചാലും 1% അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും. അത് കുടുംബജീവിതം അങ്ങനെയാണ്. എല്ലാം തികഞ്ഞൊന്നും ആരുമില്ലേ ഭൂമി ജനിച്ചേക്കണത് ഇല്ലേ. അങ്ങനെ വല്ലതും ജനിച്ചായിരുന്ന അയാൾ ആരായിരുന്നു. അങ്ങനെ അപ്പം നമ്മളൊന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, അവർക്ക് എന്തുമാത്രം വിഷമമുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഇവർ ചിന്തിക്കണം കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവർ നോർമലാകുമ്പോൾ ഇവർ പറയും ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, സാരമില്ല ഇരിക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കും. 2 കൊട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, എന്നാൽ ഇരിക്കട്ടെ എന്ന് വയ്ക്കും. പക്ഷേ അതല്ല, സത്യസന്ധമായിട്ടിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും ഇല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കണം, ഒരാളുടെ മനസ്സിനെ നമ്മൾ എന്തുമാത്രം മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന്. നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കമായ മനസ്സോടെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ആ നിഷ്കളങ്കത മറ്റേ ആൾക്കൊരു വേദന ഉണ്ടാക്കുമ്പോൾ അത് നിഷ്കളങ്കതയാവുമോ? ഇല്ലല്ലോ. നമ്മൾ പക്ഷേ നമ്മളെ സ്നേഹിക്കണം, എല്ലാം നമ്മളിലേക്കെന്നുള്ള ചിന്തയോടാണ് പറഞ്ഞത്. നമ്മുടെ ഭർത്താവ് നമ്മളെ സ്നേഹിക്കാവുള്ളൂ, നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്തേ സ്നേഹിക്കാവുള്ളൂ, നമ്മളെ എപ്പോഴും ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ട് നടക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കണേ. അതെപ്പോഴും പ്രാവർത്തികമല്ല നമ്മൾ മനസ്സിലാക്കുക. ഒരു ഭർത്താവിനും ഒരു ഭാര്യയ്ക്ക് എപ്പോഴും നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞ് എപ്പോഴും കയ്യെ പിടിച്ച് എപ്പോഴും സ്നേഹത്തോടെ മുട്ടി ഇരിക്കാനൊന്നും സാധിക്കില്ല. പല കാര്യങ്ങൾ ചെയ്താലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുണ്ടെന്ന് വിചാരിക്കുക, അത് അവരുടെ സ്വഭാവത്തെയും ബാധിക്കും. നമ്മളിങ്ങനെ ഈ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ ചറാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളുടെ ബുദ്ധിയെയും ബാധിക്കും. ആ മക്കളും വിചാരിക്കണേനെ ഏത് സമയം ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ കണകണകണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ മക്കളും വിചാരിക്കും. അപ്പം നമ്മൾ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുക. ചിലപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ മറ്റുള്ളവരോട് ഭർത്താവിന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം അറിയണ ആൾക്കാരാകുമ്പോൾ അവരോട് പോയി സംസാരിച്ചു എന്നിരിക്കും, അല്ലെങ്കിൽ അവരോട് അല്ലേ ഫുഡ് കഴിക്കാൻ വാന്നൊക്കെ അവരെ വിളിച്ചു എന്നിരിക്കും. ചിലപ്പോൾ അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞെങ്കിൽ മുമ്പേ നടന്നു പോയി എന്നിരിക്കും. ഇതൊക്കെയാണ് ഭാര്യമാർക്ക് കിട്ടുന്ന ചില പ്രശ്നങ്ങൾ. അവിടെ ചിലപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഭാര്യേനെ ഒന്നും വിളിക്കില്ലായിരിക്കും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ. ഭാര്യ പെട്ടെന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ചിലപ്പോൾ വിളിക്കാനൊക്കെ മറന്നു പോയിന്നിരിക്കും. അത് പോയി ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ വിളിക്കണത്. അതൊക്കെ മതി ചിലപ്പോൾ വഴക്കിന് ഒരു കാരണമാകാൻ. അപ്പോൾ എപ്പോഴും ചേർത്ത് നിർത്തണം എന്നുള്ള ഭാര്യമാർ, അത് അവർ സ്നേഹമാണ് ആഗ്രഹിക്കണം, അല്ലാണ്ട് വേറൊന്നുമില്ല. ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കണം, അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ എപ്പോഴും ഇരിക്കണം എന്നുള്ള സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് അവർ പറഞ്ഞു വരുമ്പോൾ മറ്റൊരാളുടെ കാര്യമായി പോകുന്നു മാത്രം. അവരോട് കാണിച്ചില്ലേ ഇവരോട് കാണിച്ചില്ലേ എന്ന് പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല, നമുക്ക് സ്നേഹം കിട്ടണം, അത്രയേ ഉള്ളൂ ഇത്. അല്ലാണ്ട് അപ്പം നമ്മൾ പരമാവധി മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ എതിർഭാഗത്തുള്ളവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ പരമാവധി ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് വെച്ച ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നേ. അത് കുറച്ചാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെങ്കിലും കാണിക്കട്ടെ, അവരവരുടെ കാര്യം ഞാൻ എൻ്റെ കാര്യം നോക്കണം എന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ സെൽഫായിട്ട് ലവ് ചെയ്ത് നോക്കി.
നമ്മൾ അത് മാത്രം ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. അങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പാടാണ്. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക. എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാനുള്ളവരോട് മിണ്ടുക. ഭക്ഷണം കഴിക്കാനടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കൂടെ ഒന്ന് പോയേക്കുക, അവിടെ ഇരിക്കുക. നമ്മളോട് മിണ്ടിയില്ലേ, മിണ്ടണ്ടാന്നേ. വീട്ടിലാണേലും പരിഗണന കിട്ടിയില്ല, ഞാൻ മടുത്തിരുന്നിട്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചില്ല, വിവാഹ വാർഷികത്തിന് എനിക്ക് ചിലവ് ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ പിറന്നാളായിട്ട് അറിഞ്ഞില്ല. ഇങ്ങനെ 365 ദിവസം ഓരോ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും ഇല്ലേ? എന്തെങ്കിലും കാരണം കാണും കേട്ടോ. അത് അങ്ങനെ ഇരുന്ന് ചിലന്ന് പറയുന്ന സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും. ചില പുരുഷന്മാരുണ്ട് ഭാര്യമാരെപ്പോഴും അടുത്ത് ഇങ്ങനെ തലോടി വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഭർത്താക്കന്മാരുണ്ട്. അതായത് തലയിലൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, മടി കിടത്തണം എന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ. അതൊക്കെ എന്നാന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭാര്യയ്ക്ക് അതൊന്നും വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യങ്ങളായിരിക്കില്ല. ചില പെണ്ണുങ്ങളുണ്ടായിരിക്കാം ഇഷ്ടമുള്ള, എന്നാലും അധികം പെണ്ണുങ്ങൾക്ക് വലിയ ഇങ്ങനെ പുന്നാരിച്ചുകൊണ്ടിരിക്കാനൊന്നും അവർക്ക് വേറെ ചിന്തകളാണ്. അവരുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ നോക്കാനായിരിക്കും അവർക്ക് പിന്നെ ഇഷ്ടം. ഭർത്താവിനോടൊരു ചെറിയ അകൽച്ച വയ്ക്കും മിക്ക സ്ത്രീകളും. അതെ, മക്കളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളോടായിരിക്കും സ്നേഹം. ആദ്യകാലത്ത് ഭർത്താവിന് തേനേ പാനേന്നും പറഞ്ഞ് കൊണ്ടുകിടന്നെങ്കിലും പിന്നീടാകുമ്പം മക്കളോടൊരു സ്നേഹം കൂടുതൽ വരും. അത് സ്വാഭാവികം മാത്രമാട്ടോ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഭർത്താവിലേക്ക് തന്നെ വരും. അതായത് മക്കളൊക്കെ ഒരുമാതിരി പറക്കം മുറ്റി കഴിയുമ്പം ഭർത്താവിലേക്ക് സ്നേഹം വരികയും ചെയ്യും. അതിനിടയ്ക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്ന സംഭവങ്ങൾ. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് കുടുംബജീവിതം സന്തോഷമായിട്ട് അതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാക്കിയെടുത്താൽ മതി. മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാതെ വരുമ്പോഴാണ് കുടുംബജീവിതം പ്രശ്നങ്ങളാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നതാണെന്നൊന്ന് മാത്രം ചുമ്മാ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എല്ലാ കുടുംബത്തിലും ഉണ്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. ആ കാര്യത്തിന് പിണങ്ങി, ഈ കാര്യത്തിന് പിണങ്ങി, എന്നും എന്നോട് മിണ്ടിയില്ല, അല്ലെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എന്നെ ചോദിക്കാത്ത, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ നടക്കണത്, അങ്ങനെ ചിലപ്പോൾ ഡ്രസ്സ് ഇടുന്നതിന് വരെ വഴക്കുണ്ടാക്കുന്ന ഭാര്യമാരും ഉണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട്. ഡ്രസ്സ് എടുത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. നിനക്ക് രാവിലെ എൻ്റെ ഡ്രസ്സൊന്നും എടുത്തു തന്നാൽ നിനക്ക് തന്നെ ഇവിടെ വന്ന് നിനക്ക് എന്നായിരുന്നു ഇവിടെ പണി എന്നൊക്കെ ചോദിച്ച് ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ അതേ ഇതിൽ സെൻസിലെടുക്കാവുള്ളൂ, അതിനെ തട്ടിക്കളഞ്ഞേക്കുക. അല്ലാണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇതൊന്നും നമ്മൾ മിണ്ടാണ്ടിരുന്ന പ്രശ്നം തീരുന്ന കേസുകളേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് നമ്മുടെ ശ്രദ്ധയൊന്ന് മാറ്റാൻ ശ്രമിച്ചാൽ മാത്രം മതി. അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. അതായത് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇന്ന രീതിയിൽ എന്നോട് പെരുമാറിയല്ലോ എന്നിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഭർത്താവിനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ആടിനെ മേയ്ക്കാൻ വിട്ടു എന്ന് വെച്ചു. ആടിൻ്റെ വഴിക്കല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകണത്. അത് തിന്നങ്ങ് പോകും, പുല്ലൊക്കെ തിന്ന് അതിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ ഇന്ന ആട് തിന്നണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, വലിയ പാടാല്ലേ. അതുപോലെ തന്നെ അവരെ അങ്ങ് മേയ്ക്കാൻ വിട്ടേക്കുക. അത് ഭാര്യയാണേലും ഭർത്താവാണേലും അവരെ അങ്ങ് വിട്ടേക്കുക. അവരവരുടെ വഴിക്ക് നടക്കട്ടെ എന്ന് വെച്ചേക്കുക. തിരിച്ചു പോരുമ്പോൾ നമ്മളെ കൂടെ കൊണ്ടുപോകേണ്ടതെന്ന് മാത്രം കൂട്ടിയാൽ മതി. കൂടെ കൊണ്ടുപോകാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അല്ലേ? അപ്പോൾ കൂടെ നമ്മൾ വന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അവരുടെ കാര്യത്തിലൊന്നും ഒത്തിരി ഇടപെട്ട് നമ്മൾ സങ്കടം ഉണ്ടാക്കി വെക്കേണ്ട. ചുമ്മാ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ എന്തിനാണ് ടെൻഷൻ കയറുന്നത്? അതിനെയൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമുക്ക്. അല്ലാതെ എപ്പോഴും ദേഷ്യമൊന്നും, ഈ വലിയ വലിയ ദേഷ്യങ്ങളാണെങ്കിൽ നമ്മളെന്തെങ്കിലും അതിന് മറുമരുന്ന് ചെയ്യാൻ പോണേ. അല്ലാതെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇതുപോലെയുള്ള നമ്മൾ കൊതികുത്തെന്നോ വാശിന്നോ ഒക്കെ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മൈൻഡ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ മതിയെന്നേ. ഇതെല്ലാ കുടുംബത്തിലും ഉണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളോർക്കും എൻ്റെ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറയാം എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെയുള്ളതെന്ന്. നമ്മളൊരു 100 വീടെടുത്താൽ 100 വീട്ടിലും കാണും ഈ പ്രശ്നങ്ങൾ. എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ മുട്ട പുഴുങ്ങിയിട്ട് ഭർത്താവിന് എന്നും മുട്ട കൊടുക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം ഭാര്യ മറന്നുപോയതല്ല, താമസിച്ചു പോയി. ഗ്യാസ് എങ്ങാണ്ടില്ലായിരുന്നു, എടുത്ത് കുറ്റി വെക്കണ താമസം. പുള്ളി ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് മുട്ട എന്തെന്ന് ചോദിച്ചു. അപ്പം മുട്ടയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇനി തൊട്ട് മുട്ട കഴിക്കില്ല എന്ന് പറഞ്ഞു വാശി. അത് കഴിഞ്ഞ് പിന്നെ 1 മാസത്തോളം മുട്ടയുടെ പേരിൽ പ്രശ്നങ്ങളായി. അവിടെ മുട്ട കഴിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇരുന്ന ഒരു വീടും എനിക്കറിയാവുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞു. പ്രായമായവരാട്ടോ, അത് പ്രായമായവരാ. ഇതുപോലെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടെന്നേ. നിസ്സാര കാര്യത്തിന് കൊതികുത്തിയിരിക്കുന്നവർ, വാശി കാണിക്കുന്നവർ. ഇതൊന്നും സാരമില്ല കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ തമാശയായിട്ട് എടുക്കുക. ഇതൊക്കെ പിന്നീട് നമുക്ക് ഓർക്കാൻ. ഈ മുട്ടക്കഥ അന്നുണ്ടായപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. പിന്നീട് അവർ ഓർത്തിപ്പോൾ ഇരുന്ന് ചിരിക്കും. അപ്പം മക്കളെല്ലാം ചോദിക്കും, ചാച്ചന് മുട്ട പുഴുങ്ങി കൊടുത്തോ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു തമാശയിലേക്ക് വരാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. അതിനകത്തൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. കൊച്ചു കൊച്ചു പിണക്കങ്ങളും കൊച്ചു കൊച്ചു വാശികളുമൊക്കെ അതിൻ്റേതായ വഴിക്കങ്ങ് വിട്ടേക്കുക. പിന്നെ പരമാവധി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്.
എതിർഭാഗത്ത് നിൽക്കുന്നവർക്കും നോവുന്നുണ്ട് ഇല്ലേ? നമ്മൾ വലിയ കാര്യമില്ലാതെ പറയുന്ന കാര്യങ്ങളാണെന്ന് അറിയാമെങ്കിൽ പോലും ചില വാക്കുകളും ചില പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കും. അത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാവട്ടെ.